പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗിൽഗാൽ പെന്തക്കോസ്റ്റൽ അസംബ്ലി സൺഡേ സ്കൂളിൻ്റെയും യൂത്തിൻ്റെയും നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. നമ്മുടെ സമൂഹം ഇന്ന് തിരക്ക് പിടിച്ചോടുകയാണ്. അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളെ നാം പലപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ്. തിരക്കേറിയ ജീവിതയാത്രയിൽ കർത്താവിൻ്റെ പാദപീഠത്തിലിരിപ്പാൻ നാം സമയം കണ്ടെത്തുന്നവരാണോ? ദൈവം നമ്മോടുകൂടെ ഉള്ളപ്പോഴും നാം ദൈവഹിതം തിരിച്ചറിയാതെ ദൈവസാന്നിധ്യം വിട്ടകന്നു പോകാം. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് സ്വന്തം ഭവനത്തിലേക്ക് യേശു കർത്താവിനെ കൈക്കൊണ്ടിട്ടും കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുവാൻ കഴിയാതെ പലതിനെക്കുറിച്ചും വിചാരപ്പെട്ട് മനം കലങ്ങിയ മാർത്ത. പ്രിയ സഹോദരങ്ങളെ, ഒരല്പസമയത്തേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ ബഥാനിയയിലെ മാർത്തയുടെയും മറിയുടെയും ഭവനത്തിലേക്ക് സസന്തോഷം ക്ഷണിക്കുകയാണ്. ഈ ലോകത്തെ നിങ്ങൾ മറക്കുക, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. നിങ്ങൾക്ക് മുമ്പിൽ ഗിൽഗാൽ പെന്തക്കോസ് അസംബ്ലി നോട്ടിംഗ്ഹാമിലെ ചില സഹോദരിമാർ കാഴ്ചവെക്കുന്നു ബഥാനിയയിലെ ഭവനം. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. വന്നേനാം യേശു പാരാ, നിനക്കെന്നും വന്നേനാം യേശു പാരാ, വന്നേനാം യേശു പാരാ, നിനക്കെന്നും വന്നേനാം യേശു പാരാ. വന്ദനം ചെയ്യുന്നു നിന്നാടിയ തിരു നാമത്തിനാദരവാ, വന്ദനം ചെയ്യുന്നു നിന്നാടിയ തിരു നാമത്തിനാദരവാ. സ്തോത്ര 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 സ്തോത്ര. സമയം ഒത്തിരിയായി. ഇന്നും എനിക്ക് ഒരു ആരാധനയ്ക്ക് ഒന്നിനും പോകാൻ പറ്റത്തില്ല. എത്തിയിരിക്കുന്നു രാവിലെ മുതൽ ആത്മീയം പിടിച്ചോണ്ട് എന്തേലും ഒരു കൈസഹായം തരയാൻ മറിയയ്ക്ക് ഒരിച്ചിരി ഒരു മനസ്സില്ലാതെ വരുന്നതേ. മാർത്തേ, എന്തുവാ? നമ്മൾ നമ്മുടെ ഗുരുവിനെ അല്ലേ ഡിന്നറിന് വിളിച്ചേക്കുന്നത്? അതുകൊണ്ട് അതിന് ഗുരുവിന് 5 or 8 കൂട്ടങ്ങൾ കറികളൊന്നും വേണ്ടല്ലോ. അതെനിക്കറിയാവല്ലോ. അപ്പോ ഇച്ചിരി മീനും അതുണ്ടെങ്കിൽ അത് മാത്രം മതി. പിന്നെ 2 അത്തിപ്പഴവും കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡെസേർട്ടുമായി. പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് പറയുന്നത്? നമുക്കത് മാത്രം മതിയല്ലോ കൊടുക്കാൻ. മറിയയ്ക്ക് അതൊക്കെ പറഞ്ഞാ മതി. എന്നാലും എനിക്ക് ഒരു ഇച്ചിരി കൈസഹായം ചെയ്യാൻ സമയമില്ലല്ലോ. എന്തോരം പണി എവിടെ കിടക്കുന്നേ. എങ്ങോട്ടാ ഈ രാവിലെ ഒരുങ്ങി കെട്ടി? എന്റെ മാർത്ത, നീ ഇതൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ ഇവിടെ കൺവെൻഷൻ നടക്കുന്ന എവിടെയാ? എന്റെ പൊന്നു, നമ്മുടെ കടൽക്കരയിൽ വെച്ചിട്ടേ ഒരു ജനക്കൂട്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ജനക്കൂട്ടം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു മുട്ടുസൂചി കുത്ത സ്ഥലമില്ല. എന്തൊക്കെ അത്ഭുതം അവിടെ നടക്കുന്നേന്നറിയോ? ഒരിടര് കാണുന്നു, മോടന്തര് നടക്കുന്നു, പോരാത്തതിന് ഭൂതങ്ങളും വിട്ടുമാറുന്നു. ഒരുപാട് അനുഗ്രഹം നടക്കുന്നുണ്ട്. മാർത്ത വരുന്നുണ്ടോ? വന്നാ നല്ലതായിരിക്കും. ലാസറേ, എങ്ങനെ ഞാൻ വരാനാ? ദേണ്ട കിടക്കുന്നു ഇവിടെ എല്ലാ പണികളും. ദേണ്ട ഒരുത്തി ഇരിക്കുന്നു രാവിലെ മുതൽ പാട്ടും പാടി. പിന്നെ ഉണ്ടല്ലോ പോന്ന വഴിക്ക് എനിക്ക് ഇച്ചിരി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരണം. എന്റെ ദൈവമേ, ഇതൊരു സൂപ്പർ സ്റ്റോർ നടത്താനുള്ള ലിസ്റ്റ് ഉണ്ടല്ലോ മാർത്ത. എന്തുവാ ഇത്? ഇവിടെ മുളകില്ല, മല്ലിയില്ല, അത്തിപ്പഴമില്ല, കുബൂസില്ല, ഹ്യൂമസ് ഇല്ല. പിന്നെ എങ്ങനെ ഗുരുവിനെ ഡിന്നർ കൊടുക്കാനാ? മാർത്ത, ആഡംബരം അധികം നല്ലതൊന്നല്ല. എന്നാലും ഞാൻ പോയി വരുമ്പോൾ മേടിച്ചിട്ട് വരാം. ഞാൻ പോവാ എന്തായാലും. വരുമ്പോൾ മേടിച്ചിട്ട് വരാം കേട്ടോ. ലാസറച്ചാ, എന്തോ ഞാനും കൂടെ വരുവാ പ്രാർത്ഥനയ്ക്ക്. നമുക്ക് പ്രാർത്ഥിക്കാൻ പോവാ. ഒരു മിനിറ്റ്. എന്തുവാന്നാവോ? ഞാൻ അവിടെ ആരേലും എന്നെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ ഒത്തിരി ഒന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇല്ല, ചെയ്യില്ല. പിന്നെ ഒരു മിനിറ്റ് മറിയേ, അവിടെ വല്ല അത്ഭുത കാഴ്ചകളോ വല്ല അടയാളങ്ങളോ ഒക്കെ നടക്കുവാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പിൽ ഇട്ട് തരണേ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനാ. അതേപോലെ എനിക്ക് സ്റ്റാറ്റസ് ഇടാലോ. എൻ്റെ മറിയ അതൊന്നും കേൾക്കണ്ട. പ്രാർത്ഥിക്കാം. അയ്യോ, ശാലോ. പ്രൈസ് ദി ലോർഡ് മാർത്തി. എന്നുണ്ട് വിശേഷം? വിശേഷം എന്തുവാ? ഇങ്ങനെയൊക്കെ പോകുന്നു. ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. അത് എന്നോണ്ട് ഇരിക്ക് നീ. എന്നോണ്ട് വിശേഷം? എന്തുവാ, മൊത്തത്തിൽ അങ്ങ് തിരക്കാ. അങ്ങനെയൊക്കെ അങ്ങ് പോന്നു. പിന്നെ പിള്ളേരൊക്കെ എവിടം വരെയായി? പിള്ളേരൊക്കെ അവരെ ക്ലാസ് ഒന്നും എന്നോട് ചോദിക്കാതിരിക്കുന്നേ ഭേദം. എനിക്ക് എന്ത് തിരക്കൊന്നും നിനക്ക് അറിയത്തില്ല. ഈ വീട്ടിലെ തിരക്ക്, അത് എന്റെ ജോലി, വീട്ടിലെ പണിക്കാര്, പിള്ളേരുടെ എക്സാം, എല്ലാത്തിനും ഞാൻ
ഇവിടെ തന്നെയാ ദേണ്ട് പോയിരിക്കും ഇപ്പൊ ഗലീലയില് ദേണ്ട് കിടക്കുന്നു. ഇത്രയും പണി ഇവിടെ ബാക്കിയുണ്ട്. ഒരു ചിന്തയില്ല. ഞാൻ പണിയെടുത്ത് മടുത്തു ഈ വീട്ടില്. എന്റെ മാർത്തേ, നമുക്ക് അനുഭവിക്കുന്നവർക്കേ അറിയത്തോളൂ. ഒന്നൂടെ പറ. ഈ പറയുന്നവർക്ക് അങ്ങ് പറയാം പ്രാർത്ഥനയ്ക്കും കൂട്ടത്തിനും ഒക്കെ പോണോന്ന്. എന്താ ചെയ്യാനാ? പിന്നെ വേറെ എന്നാ പിന്നെ പറ വിശേഷങ്ങൾ. എന്താ വിശേഷമൊന്നുമില്ല. ഇന്ന് ഞങ്ങളുടെ ഗുരു വരുന്നുണ്ട്. ആണല്ലേ? കൺവെൻഷൻ കഴിഞ്ഞിട്ടാ വരുന്നത്. അവര് പോകുന്ന വഴിക്ക് അതിന്റെ തിരക്കായിരിക്കും നിനക്കല്ലേ? പിന്നെ ഞാൻ വന്നത് നമ്മുടെ ഈ കടപ്പുറത്ത് കൺവെൻഷൻ, ഗലീല കടപ്പുറത്ത് കൺവെൻഷൻ നടക്കൂലേ? ഭയങ്കര അത്ഭുതങ്ങളാന്ന് പറയാതിരിക്കുന്ന ഭേദം. ഓ, നീ കണ്ടില്ലല്ലേ? ഇല്ല. എവിടെ? 2 മണിക്കൂറായി ഞാൻ ആ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒന്ന് കേറിയിട്ട്. മഗ്ദലക്കാരത്തി മറിയില്ലേ? വീണ്ടും ഭൂതം ഇളകിയിട്ട് ഇപ്പൊ അതിന്റെ വീഡിയോസ് എല്ലാം വൈറൽ. ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, എന്തുവാ ഇൻസ്റ്റാഗ്രാമോ, അതിലെല്ലാം. ഞാൻ പിന്നെ കാണുകയൊക്കെ ചെയ്ത് പണിയുടെ ഒക്കെ ഇടയ്ക്കങ്ങ് കണ്ടു. പിന്നെ നീ കണ്ടില്ലല്ലേ? ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യാം. പക്ഷെ നീ ലൈക്കും കമന്റും ഒന്നും അടിക്കരുത് കേട്ടോ. അടിക്കത്തില്ല ഉറപ്പാ. പിന്നെ വേറെ എന്തുവാ, ഇങ്ങനെ തിരക്കാണ്. ഞാൻ ഇനി വന്ന വഴിക്ക് നിന്നെ ഒന്ന് കാണാൻ വന്നതാ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ കെസിയില്ലേ? കെസിയും കെട്ടിയോനും കൂടെ മാലദ്വീപിൽ പോയിട്ട് കുറച്ച് വീഡിയോസ് ഇട്ട് ഹണിമൂണിന്. ഒന്ന് കാണണ്ടുള്ള എന്റെ മാർത്തേ. ഇവര് മാത്രമേ ഹണിമൂന് പോകത്തുള്ളൂ. നടന്നില്ലെന്നേ. ഇവര് ഈ മാലദ്വീപിലും അവിടെ ഇവിടെ പോയി വല്ല സിംഗപ്പൂറോ ദുബായിലൊക്കെ പോവാറുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് നല്ലപോലെ കാശ് ചെലവാക്കാൻ പറ്റത്തില്ല. അവർക്ക് കാശ് കാണുമായിരിക്കും. എന്നാലും നീ ഫോട്ടോസ് ഒക്കെ ഭയങ്കര ഒന്നും പറയണ്ട. നമുക്കും നടന്നില്ല. പിന്നെ എനിക്ക് കണ്ടപ്പോ ഒരു ചെറിയൊരു മനപ്രയാസം. അസൂയൊന്നും അല്ല, ഒരു ചെറിയൊരു മനസ്സിനൊരു വിഷമം. നമുക്കത് നടന്നില്ലല്ലോ ഒന്നും. അത് പോട്ടെ. പിന്നെ എന്തായാലും ഇതൊക്കെ പറഞ്ഞപ്പോ സത്യം പറയാതെ എന്റെ വാർത്തേ എനിക്കൊരു ആശ്വാസം. എന്റെ ഹൃദയത്തിൽ ഇത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്തോന്നും പറയണ്ട. ഇത് ആരാ വീട്ടിൽ ആരോടായി പറയുന്നത്? പിന്നെ ഞാൻ അധികം സമയമൊന്നും കളയുന്നില്ല. അതല്ലേ ഈ ഒന്നും പറയണ്ട. എനിക്ക് 2-3 പേരോടും കൂടെ പറയാനുണ്ട് കേട്ടോ. 2-3 പേരോടും കൂടെ പറയാനുണ്ട്. അന്ന് ഞാൻ അങ്ങോട്ട് നടക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ നിന്നെ കേട്ടോ. പണിയൊക്കെ പെട്ടെന്ന് നടക്കട്ടെ. കല്യാണം കഴിഞ്ഞു. ചർച്ചിലൊന്നും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. സിസ്റ്ററുടെ ഒക്കെ വെഡിങ് ആനിവേഴ്സറി ഒന്നും പോട്ടെ. കർത്താവ് ഈ പത്രോസപ്പച്ചൻ പുതിയ കപ്പല് വാങ്ങിയിട്ടുണ്ട്. പിന്നെയും പുള്ളിക്കാരന് ഇത്രയും കാശ് എവിടുന്നാണ് ഈ അപ്പച്ചന്? കർത്താവേ, ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇരുന്നാലേ സമയം പോകുന്നു അറിയത്തില്ല. ഒട്ടും ബോറും അടിക്കത്തില്ല. ഞാൻ ബാക്കി പണി ചെയ്യട്ടെ. അയ്യോ, പ്രതീക്ഷിക്കാതെയാ നിങ്ങൾ വന്നത്. സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ ഇന്ന് കൺവെൻഷന് പോയോ? അതെ, ഒത്തിരി അനുഗ്രഹമായിരുന്നു. ആണോ? അനുഗ്രഹമൊക്കെ തന്നെയാ. ഒരു അപ്പവും മീനും കിട്ടി. ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നീ തന്നെ പ്രാർത്ഥനയ്ക്ക് കണ്ടില്ലല്ലോ. എന്ത് പറയാനാ, ഇവിടെ പണി കഴിഞ്ഞിട്ട് ഒരു സമയം എനിക്കില്ല. അതേണ്ട ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഗുരു വരുവാണേ. ഇതിന് ഡിന്നറിന് ഒന്നും നടന്നിട്ടില്ല. കുറേ ചെയ്യാനുണ്ട് എനിക്ക് പണികള്. പിന്നെ നിങ്ങൾ പറഞ്ഞ വിശേഷം പറ. നീ ഇരിക്ക്. അയ്യോ റെബേക്ക, അവള് കുറെ പണിയുണ്ടെന്ന് പറഞ്ഞാ. എന്തായാലും നമ്മൾ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാലോ? എൻ്റെ സൂസനെ, നിനക്ക് അത്ര ധൃതിയാണെങ്കിൽ പിന്നെ എന്തിനാ നീ എൻ്റെ കൂടെ വന്നേ? ശരി, അവളാണെങ്കിൽ പാവം ഒരു കാര്യം അറിയുന്നില്ലെന്നേ. പാവം മറിയ പള്ളിയിൽ പോകും 24 മണിക്കൂർ ആലുമേ ഒരു കാര്യം ഞാൻ അറിയുന്നില്ല. അതല്ലേ ഞങ്ങൾ വന്നേ. നിങ്ങൾ പറ. അതെ, തുടങ്ങി. ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആ മറിയമ്മേ നിനക്കറിയാവോ? മറ്റേ കനാനിന്ന് വന്ന് താമസിക്കുന്നേ. അവക്കൊരു കൊച്ചുണ്ടറിയാവോ?
പെങ്കൊച്ച് നമ്മുടെ ചർച്ചിലൊക്കെ എപ്പോഴും ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. ആ കൊച്ചിനാണെങ്കിലേ ഭൂതം പിടിച്ച് ഭയങ്കര ബഹളവാ. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ലെന്നേ. ആണോ? ഇപ്പൊ എങ്ങനെയുണ്ട് കൊച്ചിന്? ഞാൻ പറഞ്ഞതാ അവളോട്, വല്ല വൈദ്യന്മാരെയും കൊണ്ടുപോയി കാണിക്കാം. കേക്കണ്ടേ? കനാനിന്ന് വന്നിട്ട് അവളുടെ തൻ്റെ ഇടം കണ്ടോ? അവള് നമ്മുടെ ഗുരുവിനെ കാണാൻ പോയിരിക്കുവാ. കർത്താവേ, എന്നിട്ട് വല്ല അത്ഭുതം സംഭവിച്ചോ അവിടെ? എന്ത് സംഭവിക്കാനാ? ഗുരു പറഞ്ഞെന്ന് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് അവളെ ആട്ടി പുറത്താക്കിന്നാ കേട്ടെ. സമാധാനമായിട്ട്. പക്ഷെ അങ്ങനെ പറയല്ലേ റബേക്ക, ആ കുഞ്ഞിനെ ഗുരു വെടിവിച്ചായിരുന്നു ഞാൻ കേട്ടത്. അവളുടെ വിശ്വാസം വലിയതാണെന്ന് പറഞ്ഞ്. ഓ, എന്തോ വിശ്വാസം, എന്ത് വിശ്വാസം പറഞ്ഞാലും എൻ്റെ വല്യപ്പച്ചൻ അബ്രഹാമിൻ്റെ ഒപ്പം വരുമോ മാർത്തേ? പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഗുരുവിൻ്റെ കൺവെൻഷനൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര സംഭവമാ. കാരണം എന്താണെന്നറിയോ? മാനേജ്മെന്റ് മാറിക്കാണും. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വേറൊരാളുടെ കയ്യിലാ, നമ്മുടെ യൂദാച്ചൻ്റെ കയ്യിൽ. ഇത് വല്ലേനും മറ്റേ യോനാച്ചൻ്റെ കയ്യിലായിരുന്നെങ്കിൽ ഫുള്ളും കുളം തോണ്ടിയേന്. ഓ റബേക്ക, പിന്നെ അങ്ങനെ പറയല്ലേ. യോനാച്ച യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാ. നമ്മൾ ദൈവമക്കളെ, നമ്മൾ പറയുന്ന ഓരോ വാക്ക് നോക്കി പറയണേ. ഒരു ആത്മീയത്തി. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങൾ വരുന്ന വഴിക്ക് മറ്റേ സക്കായി അപ്പച്ചനെ കണ്ടു. എന്റെ ദൈവമേ, ആ കുള്ളൻ സക്കായിയോ? ആ, ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ ആ മൂലക്കിരിക്കുന്ന അത്തിമരത്തിന്റെ മണ്ടയിലോട്ട് ദൈവമേ, ആ ഏനെ പോയ ഒരു ബെഡ് പോലും ഇല്ല. ഈ മനുഷ്യൻ എന്ത് വിചാരിച്ചിട്ടായിരിക്കും അത്തിയെ കയറാൻ പോയത്? കർത്താവേ, ഞങ്ങൾ പോകുമ്പോ ഹോസ്പിറ്റലിലാക്കേണ്ടി വരും. നമ്മൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ വായിക്ക് വന്നതൊന്നും പറയല്ലേ. ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ടായിട്ടും ഗുരുവിനെ കാണാൻ പോകാതെ വീട്ടിൽ മൊബൈലും പിടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അവരുടെ ഇടയ്ക്ക് അവനക്ക് മരത്ത് ഇറങ്ങിയാലും ഒന്ന് ഗുരുവിനെ കാണാൻ ആഗ്രഹം കാണിച്ചല്ലോ. ആ ആഗ്രഹം ദൈവം അറിഞ്ഞ് അവനക്ക് ഇന്ന് ഒരു രക്ഷ ഉണ്ടാവും. പിന്നെ റബേക്കേ, ഇങ്ങനെ കുറ്റം പറഞ്ഞ് കിട്ടിയ രക്ഷയും കളയല്ലേ. അയ്യോ, ഞാനൊരു പ്രാർത്ഥനാ വിഷയം പറയുമായിരുന്നല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാനേ. പ്രാർത്ഥിക്കണേ. സക്കായി ക്ഷേമമായിട്ട് മരത്തിൽ നിന്ന് താഴെ ഇറങ്ങട്ടെ, അതിനു വേണ്ടി പ്രാർത്ഥിക്ക്. അവക്ക് മനസ്സിലായി. ഓക്കെ ഓക്കെ. പിന്നെ ഉണ്ടല്ലോ, നിനക്ക് ഒത്തിരി ജോലിയുണ്ട്. എനിക്ക് ബേക്ക് ചെയ്യണം, കുക്ക് ചെയ്യണം. അതുകൊണ്ട് ഞാനൊന്ന് നീങ്ങിക്കോട്ടെ എന്നാ. ഓക്കെ എന്നാ. എന്നാ മാർത്തേ, നിനക്ക് വല്ല ഹെൽപ്പ് വേണോ? ഹെൽപ്പ് ഉണ്ട്, ഇച്ചിരി വെജിറ്റബിൾസ് കണ്ടിക്കാനുണ്ട്. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുവായിരുന്നേ നല്ലതായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ മാർത്തേ, ഞാൻ ഇപ്പോഴാ ഓർത്തേ, എന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ സമയമായി. കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോ. കുഴപ്പമില്ല. എന്നിട്ട് വേണം കയ്യും കറയാക്കി അവിടെ നിൽക്കാൻ. മറിയേ, സുഖായിരിക്കുന്നോ? അയ്യോ, ഞങ്ങളുണ്ടായിരുന്നു. ആ, അതല്ലേ ആദ്യം ഇവിടെ വന്നേ. ആ സാധനം ഇങ്ങത്താ, എനിക്ക് കുറേ പണി കിടക്ക. മാർത്തേ, എന്തുവാ? നീ ഇവിടെ ഇരുന്നിട്ട് പണിയൊക്കെ തീർന്നോ? മറിയ, നീ എന്നെ അടുത്ത് എപ്പോഴും ഇങ്ങനെ കുത്തി ചോദിക്കല്ലേ. നിനക്കറിയത്തില്ല ഈ വീട്ടിൽ എന്തോരം പണിയുണ്ടെന്ന്. എനിക്ക് അന്നേരമേ അറിയായിരുന്നു മാർത്തേ. എന്തുവാന്ന്? നീ ഇവിടെ ഇരുന്ന് ഫേസ്ബുക്ക് നോക്കി നിന്റെ സമയങ്ങളെല്ലാം നീ അങ്ങനെ കളഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ശരിക്കും അറിയും. ഇതൊക്കെയാണോ മക്കളെ? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങോട്ട് വന്നേക്കുമെന്ന്. നിനക്ക് എപ്പോഴും മക്കളെ എന്നെ മാതാപിതാക്കൾ എപ്പോഴും എന്നെ എടി, മാതാപിതാക്കൾ നമ്മളെ ഇങ്ങനെയാണോ പഠിപ്പിച്ചേക്കുന്നത്? ഒന്ന് എനിക്ക് ഇച്ചിരി ഹെൽപ്പ് ചെയ്യ് പ്ലീസ്. ഞാൻ നിന്നെ സഹായിക്കാം. ഈ 2 ഓറഞ്ചും ഇതെല്ലാം ഒന്ന് കണ്ടിച്ച് ഇവിടെ എനിക്ക് പുഡിങ് ആക്കാനുണ്ട്. ഒന്നും ചെയ്തില്ല. പിടിച്ചേ ലാസർ, പിടിച്ചേ. ആ മിറ്റത്തെ അവിടെ എല്ലാം അടിച്ചു വാഴി. ഇപ്പം ഗുരു വരാറായി. കുക്കും ചെയ്തിട്ടില്ല, അടിച്ചും മാറിയിട്ടില്ല. എന്തുവാ ചെയ്തേന്നാവും. ഇതൊന്ന് മാറ്റി വെക്ക്. ഈ കിതാബ് എപ്പോഴും ഇവിടെ കാണും. നീ ഇവിടെ വന്ന് ഇതൊന്ന് ഇളക്കിക്കേ. അത് ഇച്ചിരി അടി പിടിച്ചു പോട്ട്. പെട്ടെന്ന് ചെയ്യ്. അയ്യോ ലാസ്, യോനാച്ചാനോ? സുഖമായിരിക്കുന്നു. എന്തിയാ നമ്മുടെ പീറ്റർ അപ്പച്ചന്? അയ്യോ, നല്ല തങ്കം പിടിച്ച ഒരു അമ്മച്ചി. സുഖമായിരിക്കുന്നു അവര്. എന്തേ, ഞങ്ങളുടെ ഗുരു ഇന്ന് വരുവാ ഡിന്നറിന്. അന്നേരം ഇച്ചിരി പണിയായിപ്പോയി. യോനാച്ചൻ കാര്യങ്ങൾ അറിഞ്ഞോണ്ട്, അതൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഒട്ടിച്ച കാര്യങ്ങളാ. അറിഞ്ഞോണ്ട് ഇതൊന്നും സംസാരിക്കല്ലേ. ഇച്ചിരി പണിയുണ്ട്, ഞാനൊന്നങ്ങോട്ട് നീങ്ങിക്കോട്ടെ. ഗുരു വരുന്നു മാർത്തേ, മറിയേ, ഗുരു വരുന്നു. വന്ദനം ഗുരു, വരൂ, ഇരിക്കൂ.
വന്ദനം ഗുരു. വന്ദനം ഗുരു. വന്ദനം. മകളെ മാർത്തേ, നീ ക്ഷേമമായിരിക്കുന്നുവോ? ഞാൻ എന്ത് പറയാനാ? അത് മകളെ മാർത്തേ, നിന്റെ മുഖമാകെ വ്യാകുലപ്പെട്ടിരിക്കുന്നു. നീ സമാധാനം അനുഭവിക്കുന്നുവോ? ഗുരു, ഞാൻ പറയുന്നതിൽ ഒന്നും വിചാരിക്കരുത്. ഈ മറിയാണെങ്കിൽ എനിക്ക് ഒന്നിനും ഒരു സഹായം തരത്തില്ല. ഞാൻ പണിയെടുത്ത് മടുത്തു ഈ വീട്ടിൽ. മകളെ മാർത്തേ, നീ പല കാര്യങ്ങൾ വിചാരപ്പെട്ട് വ്യാകുലപ്പെട്ടിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്, ആത്മീയ കാര്യങ്ങൾ ഒഴിച്ച്. എന്നാൽ ആത്മീക വർധനയ്ക്ക് വേണ്ടി നിങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നതുമില്ല. അത് വളരെ ശരിയാണ് ഗുരു. ഇന്ന് നമ്മുടെ ഇടയിൽ വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാർ മുഴുവനും ആത്മീക കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഭൗതിക കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. വളരെ ശരിയാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? വന്ദനം ഗുരു. എനിക്കിന്ന് പ്രാർത്ഥനയ്ക്ക് വരാൻ കഴിയില്ല ഗുരു. വന്ദനം ഗുരു. ഞാൻ പക്ഷേ പ്രാർത്ഥനയ്ക്ക് വന്നു. നിങ്ങൾ ഇവിടെയും നേരത്തെ വന്നിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. സൂസന്നെ, ഷലോമി, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ എന്നെ അതിരം കൊണ്ട് ബഹുമാനിക്കുന്നു, എങ്കിലും ഹൃദയം കൊണ്ട് നിങ്ങൾ വളരെ ദൂരത്തകന്നിരിക്കുന്നു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നൊക്കെയും നിങ്ങൾ മനുഷ്യർക്ക് ചെയ്തു കൊള്ളുവിൻ. അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് നിങ്ങളുടെ പിതാവായ ദൈവത്തിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിലും പ്രകാശിക്കട്ടെ. മകളെ മറിയെ, നീ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും നിന്നോട് അപഹരിക്കുകയില്ല. എൻ്റെ ഈ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൂടെ നടന്നാൽ ഞാൻ വെളിച്ചമാകുന്നത് പോലെ നിങ്ങൾ എല്ലാവരും ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. യെരൂശലേമിൽ നിന്നും 12 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബഥാനിയയിലെ ഭവനത്തിൽ അരങ്ങേറിയ ഈ രംഗം ക്രിസ്തുവിൻ്റെ അനുയായികളായ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പകർന്നു നൽകുകയാണ്. പാരമ്പര്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യേശുവിനെയും ശിഷ്യന്മാരെയും മറ്റു പലരും വിമർശിക്കുകയും ഒഴിവാക്കുകയും ചെയ്തിരുന്ന കാലത്ത് ലാസറിൻ്റെ ഈ ഭവനം കർത്താവിനായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. കർത്താവിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നാം പലതും ചെയ്യുമ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു. വ്യക്തിപരമായ സാഹചര്യത്തിൽ ദൈവസാന്നിധ്യം അനുഭവിപ്പാനും ദൈവത്തോടു കൂടെ നടപ്പാനും ദൈവശബ്ദം കേൾപ്പാനും നാം സമയം കണ്ടെത്തുന്നവർ ആയിരിക്കണം. മാർത്തയുടെ ആതിഥ്യമര്യാദയും അധ്വാനവും ആർക്കും മറക്കാവുന്നതല്ല. എങ്കിലും അതിനേക്കാളുപരി കർത്താവിൻ്റെ കാൽച്ചുവട്ടിലിരുന്ന് നിത്യജീവനിലേക്ക് തിരിക്കുന്ന തിരുവെഴുത്തുകളെ തിരിച്ചറിഞ്ഞ മറിയെ നമുക്ക് മാതൃകയാക്കാം. ഇന്ന് രാത്രി ഒന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ ലക്ഷ്യം എങ്ങോട്ടാണ്? ദൈവത്തെ ആഴമായി സ്നേഹിക്കൂ. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും യേശു കർത്താവിൻ്റെ വചനങ്ങളെ കേട്ട് അത് പ്രമാണിച്ച് ജീവിക്കുന്നവരാകാം. അതിനായി കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.